നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നോക്കാം. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം മ്യൂസീഷ്യൻ തസ്തികയിലേക്കുള്ള പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അഗ്നിവീർ വായു മ്യൂസീഷ്യൻ പോസ്റ്റാണ്. ആദ്യം ഇതിന് മ്യൂസിക്കൽ പ്ലേയിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് റിട്ടൺ ടെസ്റ്റ് കാര്യങ്ങൾ, പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 21 ഏപ്രിൽ 2025 മുതൽ ഏകദേശം 11 മെയ് 2025 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 11 മെയ് 2025 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി, ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ 1 ജനുവരി 2005 1 ജൂലൈ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലി അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ മ്യൂസിക്കൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് എയിലോ അല്ലെങ്കിൽ ലിസ്റ്റ് ബിയിലോ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് വായിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഗ്രേഡ് 5 അല്ലെങ്കിൽ ഇക്വലൻറ്റിലോ ഉള്ളതോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അതുമല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 162 സെൻറ്റിമീറ്റർ ഉയരം അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് വേണം. 152 സെൻറ്റിമീറ്റർ ഉയരം അപേക്ഷിക്കുന്ന വനിതകൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് പുരുഷന്മാർക്ക് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ള നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അഗ്നിവീർ പോസ്റ്റാണിത്, അപ്പോൾ യൂണിഫോം പോസ്റ്റ് തന്നെയാണ്. എന്തായാലും മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം അത്യാവശ്യം. സോ ഇതിനെ അപേക്ഷിക്കാനുള്ള ലിങ്ക്, അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് 4 വർഷത്തേക്കുള്ള സെലക്ഷനാണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു വർഷം 30 ലീവ് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതായത് ഒരു മാസത്തിൻ്റെ അടുത്ത് ലീവ് ലഭിക്കത്തുള്ളൂ. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. പിന്നെ അഗ്നിവീറിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 30,000 ഉണ്ടെങ്കിലും 21,000 മാത്രമേ കയ്യിൽ ലഭിക്കത്തുള്ളൂ. 9,000 ഗവൺമെൻറ് പിടിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു വർഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ. then അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഫിസിക്കലിൽ 1600 മീറ്റർ ഓട്ടം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിത്ത് 7 മിനിറ്റ്സിൽ ഓടി തീർത്തണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിത്ത് 8 മിനിറ്റ്സ് ആണ് വനിതകൾക്ക് ഓടി തീർത്താനായിട്ട് കിട്ടുന്ന സമയം. അതുപോലെ തന്നെ പുഷപ്സ് ഉണ്ട്, സിറ്റപ്സ് ഉണ്ട്, അതുപോലെ തന്നെ 20 സ്ക്വാട്സ് ഉണ്ട്. 10 പുഷപ്സും 10 സിറ്റപ്സും 20 സ്ക്വാട്സും ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെയാണ്. അതിൻ്റെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽസിന് 10 സിറ്റപ്സും അതുപോലെ തന്നെ 15 സ്ക്വാട്സും മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് 30 സെക്കൻഡ് സിറ്റപ്സിന് കിട്ടും. 15 സ്ക്വാട്സ് എടുക്കാനായിട്ട് 1 മിനിറ്റ് ലഭിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് സ്ലൈറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല. നമ്മൾ ഇതിന് മുമ്പ് എയർഫോഴ്സിൻ്റെയും എയർഫോഴ്സിൻ്റെ തന്നെയാണിത്. എയർഫോഴ്സിനൊക്കെ അപേക്ഷിക്കുമ്പം നേവിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലൈറ്റ് പിടിച്ച് അതിൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, ഡേറ്റ് അതൊക്കെ എഴുതിയിട്ടുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്കൽ എബിലിറ്റി ഉള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് ഏകദേശം 11 മെയ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. യോഗ്യതയുള്ള താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക.